എം.ടി. വാസുദേവൻ നായരുടെ നോവലുകളിൽ ഏറ്റവും കാവ്യാത്മകവും അർത്ഥസാന്ദ്രവുമായ കൃതിയാണ് മഞ്ഞ്. മനുഷ്യൻ്റെ നിത്യമായ കാത്തിരിപ്പിൻ്റെ കഥയാണ് മഞ്ഞ് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മഞ്ഞ് അതുമാത്രമല്ല, ജീവിതത്തിൻ്റെ അർത്ഥശൂന്യവും നിരാശ്രയവുമായ നിശ്ചലാവസ്ഥയാണ് എന്ന് കരുതുന്നവരുമുണ്ട്. കാത്തിരിപ്പ്, കണ്ടെത്തുമെന്ന പ്രതീക്ഷ പോലുമില്ലാതെ അനിശ്ചിതമായ കാത്തിരിപ്പ്. കാത്തിരിപ്പ് പവിത്രമായ ഒരനുഷ്ഠാനമായി തീർന്നിരിക്കുന്നു. ജീവിക്കുക എന്നതിനു കാത്തിരിക്കുക എന്നായി തീർന്നിരിക്കുന്നു അർത്ഥം. ഇത് വളരെ പഴക്കമുള്ള ഒരു പ്രമേയമാണ്. പക്ഷേ ആ പ്രമേയത്തെ അതീവ സുന്ദരവും ഹൃദയാവർജകവുമായി മഞ്ഞിൽ ആവിഷ്കരിക്കുന്നു. വിമല കാത്തിരിക്കുകയാണ്, ഒരിക്കലും വരാത്ത സുധീർ കുമാർ മിശ്രയെ. അയാൾ ഒരിക്കലും വരികയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ. 9 വർഷങ്ങൾക്ക് മുമ്പ് അവർ തമ്മിൽ കണ്ടുമുട്ടി. ചില ദിവസങ്ങൾ അവർ ഒന്നിച്ച് കഴിച്ചുകൂട്ടി. അയാൾ അവിടെ നിന്നും പോയി. പക്ഷേ അവളുടെ മനസ്സിൽ അയാൾ ജീവിക്കുന്നു. അയാളിൽ നിന്ന് അവൾക്ക് മോചനമില്ല. അവൾ മോചനം ആഗ്രഹിക്കുന്നുമില്ല. വിമലയ്ക്ക് ഓർക്കാൻ പലതുമുണ്ട്. അച്ഛൻ, അമ്മ, അനുജൻ ബാബു, അനുജത്തി അനീത. 2 കൊല്ലമായി അച്ഛൻ കിടപ്പിലായിരുന്നു. അമ്മ കൂട്ടുകാരിയുടെ വീട്ടിലെന്നു പറഞ്ഞ് കാമുകൻ ഗോമസിൻ്റെ വീട്ടിലേക്ക് പോകും. ഗോമസുമായുള്ള ബന്ധം സൂചിപ്പിച്ചുകൊണ്ട് അനുജൻ അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു. അനുജത്തി ദുരന്തത്തിലേക്ക് നീങ്ങാനിടയുള്ള പ്രേമബന്ധത്തിൽ കുടുങ്ങിയിരിക്കുന്നു. 4 മാസത്തിനു മുമ്പ് വീട്ടിൽ പോയപ്പോൾ എല്ലാം കണ്ടതാണ്. അച്ഛന് മരണം അനുഗ്രഹമാവുമെന്ന് തോന്നിപ്പോയി. ഇപ്പോൾ തൻ്റെ ആരാധനാപാത്രമായ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കിടന്ന കിടപ്പിൽ അച്ഛൻ അമ്മയുടെ ഉല്ലാസയാത്രകൾ അറിഞ്ഞിട്ടുണ്ടാകുമോ? വെറുക്കുന്നു. എല്ലാം വിമല വെറുക്കുന്നു. വീട്ടിലെ മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവൾ അകലെയുള്ള ബോർഡിംഗ് സ്കൂളിൽ അധ്യാപികയായി ജോലി സ്വീകരിച്ചത്. അവിടുത്തെ അനുഭവങ്ങൾ അവളെ കൂടുതൽ ഇരുണ്ട ജീവിത വിഷാദത്തിലേക്കാണ് നയിച്ചത്. ഒരു ചെറുപ്പക്കാരനെ മുറിയിൽ താമസിപ്പിച്ചു എന്ന കുറ്റത്തിന് പറഞ്ഞുവിട്ട പുഷ്പ സർക്കാരിൻ്റെ ഒടുവിലാണ് വിമല അവിടെ ചേർന്നത്. താൻ താമസിച്ച മുറി തന്നെ എടുത്തുകൊള്ളുവാൻ പുഷ്പ സർക്കാർ വിമലയോട് പറയുകയും ചെയ്തു. പുഷ്പ സർക്കാരിൻ്റെ ധീരത. സ്കൂൾ അടച്ചപ്പോൾ വിദ്യാർത്ഥിനിയായ രശ്മി വാജ്പേയി ഒരു വെള്ളാരം കണ്ടൻ്റെ കൂടെ വീട്ടിലേക്കെന്നു പറഞ്ഞ് പോകുന്നത് കണ്ടു. റെസിഡൻറ്റ് ട്യൂട്ടറുടെ അധികാരം വെച്ച് അവളുടെ വീട്ടിലേക്ക് കമ്പിയടിക്കാം. പക്ഷേ അത് വേണ്ട എന്ന് വിമല തീരുമാനിച്ചു. മനസ്സിൽ സ്വയം പറഞ്ഞു, നീ എന്നെ കബളിപ്പിച്ചു എന്ന് കരുതണ്ട കുട്ടി. വിമലയുടെ ജീവിതത്തിലും ഏതോ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലല്ലെങ്കിലും എന്തോ സംഭവിച്ചിട്ടില്ലേ? അവൾ ഒരാളെ കാത്തിരിക്കുകയാണ്. തന്നെ കാത്തിരിക്കുവാൻ നിയോഗിച്ചിട്ട് പോയ ഒരാൾ.